ആഗോള രാഷ്ട്രീയ ഭൂപടത്തെയാകെ മാറ്റിമറിക്കുന്ന നാടകീയ നീക്കങ്ങളുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈനിക സഖ്യമായ നാറ്റോയിൽ നിന്ന് അമേരിക്ക പുറത്തു പോകുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പ് പാശ്ചാത്യ സുരക്ഷാ സംവിധാനങ്ങളെ അട്ടിമറിക്കുന്ന നീക്കമാണ്. ഇറാനുമായുള്ള യുദ്ധത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ പിന്തുണ നൽകാത്തതാണ് ട്രംപിനെ ഈ കടുത്ത തീരുമാനത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. 32 രാഷ്ട്രങ്ങൾ ഉൾപ്പെട്ട ഈ സഖ്യത്തിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യം താൻ ഗൗരവമായി പരിഗണിക്കുന്നുണ്ടെന്ന് ട്രംപ് വ്യക്തമാക്കി. ബുധനാഴ്ച രാത്രി 9 മണിക്ക് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യാനിരിക്കെ ഇറാൻ യുദ്ധത്തിൽ അമേരിക്കയെ പിന്തുണയ്ക്കാത്ത സഖ്യകക്ഷികളെ അദ്ദേഹം രൂക്ഷമായി വിമർശിക്കും എന്ന് തന്നെയായിരുന്നു ആദ്യമേ പുറത്തുവന്ന വാർത്ത. നാറ്റോയോടുള്ള എന്റെ അതൃപ്തിയെക്കുറിച്ച് ഞാൻ സംസാരിക്കും, ട്രംപ് റോയിട്ടേഴ്സിനോട് പറഞ്ഞിരുന്നു. സഖ്യം വിടുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് തീർച്ചയായും അതിൽ യാതൊരു സംശയവുമില്ല, നിങ്ങൾ എൻ്റെ സ്ഥാനത്താണെങ്കിൽ അങ്ങനെ ചെയ്യില്ലേ എന്നായിരുന്നു ട്രംപിന്റെ മറുപടി. 1949 രൂപീകരിച്ച ഈ സഖ്യത്തെ ഒരു പേപ്പർ ടൈഗർ എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. അമേരിക്കയുടെ ശത്രുക്കൾ ഈ സഖ്യത്തെ ഗൗരവമായി കാണുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇക്കാര്യത്തിൽ ഇനി പുനർചിന്തനമില്ല. ഡെയിലി ടെലിഗ്രാഫിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞു, നാറ്റോ എന്നെ ഒരിക്കലും സ്വാധീനിച്ചിട്ടില്ല. അതൊരു കടലാസ് പുലിയാണെന്ന് എനിക്ക് എപ്പോഴും അറിയാമായിരുന്നു. പുടിനും അത് അറിയാമെന്നതാണ് വാസ്തവം. ഇറാൻ യുദ്ധത്തിൽ നിന്ന് യൂറോപ്യൻ സഖ്യകക്ഷികൾ പിന്മാറിയ സാഹചര്യത്തിലാണ് ട്രംപിന്റെ ഈ നീക്കം. അമേരിക്കയുടെ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ വിമർശിച്ചപ്പോൾ ഇത് തങ്ങളുടെ യുദ്ധമല്ലെന്നായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമറുടെ പ്രതികരണം. ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ പിടിമുറുക്കലും ആഗോള എണ്ണവിലയിലെ കുതിച്ചുചാട്ടവും ലോകരാഷ്ട്രങ്ങളെ കടുത്ത പ്രതിസന്ധിയിലാക്കുന്നു. ഇറാനുമായുള്ള യുദ്ധത്തിൽ അമേരിക്കയെ പിന്തുണയ്ക്കാൻ വിസമ്മതിച്ച ഇറ്റലി, സ്പെയിൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് തങ്ങളുടെ താവളങ്ങളിൽ ഇറങ്ങുന്നതിനും വ്യോമപാത ഉപയോഗിക്കുന്നതിനും വിലക്കേർപ്പെടുത്തി. കടലിടുക്കിൽ പോയി അത് പിടിച്ചെടുക്കൂ എന്ന് സഖ്യകക്ഷികളോട് പറഞ്ഞ ട്രംപ് ഒന്നുകിൽ അമേരിക്കയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുക, അല്ലെങ്കിൽ സ്വന്തം എണ്ണ കണ്ടെത്തുക എന്നും തുറന്നടിച്ചു. യുദ്ധം തുടങ്ങിയത് മുതൽ നാറ്റോ സഖ്യകക്ഷികളെ ഒപ്പം നിർത്താൻ അമേരിക്ക ശ്രമിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. ലോകത്തെ 20% എണ്ണ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ സഹായിക്കുന്ന കാര്യത്തിൽ നാറ്റോ രാജ്യങ്ങൾ വിമുഖത കാണിച്ചിരുന്നു. ഇറാന്റെ ഉപരോധത്തെ തുടർന്ന് ആഴ്ചകളായി കടലിടുക്ക് ഏകദേശം അടഞ്ഞുകിടക്കുന്നത് എണ്ണ വാതക വിലകൾ കുതിച്ചുയരാൻ കാരണമായി. പശ്ചിമേഷ്യയിലെ യുദ്ധത്തിൽ സഹായിക്കാൻ നാറ്റോ തയ്യാറാകാത്തത് ട്രംപിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. സഹായിക്കാതിരിക്കുന്നത് പോട്ടെ, വിശ്വസിക്കാൻ പോലും കഴിയാത്ത കാര്യമാണിത്. സഹായം എന്നത് സ്വാഭാവികമായി ഉണ്ടാവേണ്ടതായിരുന്നു, ട്രംപ് പറഞ്ഞു. യുക്രൈൻ വിഷയം തങ്ങളുടെ പ്രശ്നമല്ലാതിരുന്നിട്ടും അമേരിക്ക അവിടെ സഹായിച്ചുവെന്നും എന്നാൽ തങ്ങൾക്ക് ആവശ്യം വന്നപ്പോൾ നാറ്റോ കൂടെ നിന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയും ചെയ്തു. ബ്രിട്ടീഷ് നാവികസേന ദുർബലമാണെന്നും ട്രംപ് പരിഹസിച്ചു. നിങ്ങൾക്ക് ഒരു നാവികസേന പോലുമില്ല, പഴയ കപ്പലുകളും പ്രവർത്തിക്കാത്ത വിമാനവാഹിനികളുമാണ് നിങ്ങളുടെ കൈവശം എന്നായിരുന്നു ട്രംപിന്റെ വിമർശനം. എന്നാൽ നാറ്റോ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഫലപ്രദമായ സൈനിക സഖ്യമാണെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ തിരിച്ചടിച്ചു. ബ്രിട്ടന്റെ താൽപര്യങ്ങൾക്കനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കൂ എന്ന് വ്യക്തമാക്കിയ അദ്ദേഹം ഇത് ഞങ്ങളുടെ യുദ്ധമല്ല, ഇതിലേക്ക് വലിച്ചിഴക്കപ്പെടാൻ ഞങ്ങൾ തയ്യാറല്ല എന്നും കൂട്ടിച്ചേർത്തു. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിനുള്ള വഴികൾ തേടുന്നതിനായി ബ്രിട്ടൻ ഈ ആഴ്ച അന്താരാഷ്ട്ര നയതന്ത്ര സമ്മേളനം നടത്തുമെന്ന് അറിയിച്ചു. അതേസമയം 2 മുതൽ 3 ആഴ്ചയ്ക്കുള്ളിൽ ഇറാൻ വിരുദ്ധ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ അമേരിക്കയ്ക്ക് കഴിയുമെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി.